ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥയിലേക്ക് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അയക്കുക. അങ്ങനെ അവൾ ഒന്നും അറിയുന്നില്ല. പെണ്ണ് എന്തിനു പറയണം, അവളുടെ കുട്ടികൾക്ക് പരിക്ക് പറ്റിയെന്നും വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്നും ഒന്നും അറിയുന്നില്ല. പാവം പെണ്ണ് പടാവേട് പെട്ട് വീട്ടിലേക്ക് പെടഞ്ഞ് എത്തുകയായിരുന്നു. ആ സമയത്ത് എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ഇരിക്കണ കണ്ടപ്പോൾ അവൾ ചാടിപ്പിടഞ്ഞ് വന്നു. വീട്ടിലേക്ക് കയറിയപ്പോൾ അങ്ങനെ ഉമ്മ ചോദിച്ചു, ഇത്ര നേരം മോൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവൾ, ഉമ്മ ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മോൾക്ക് എന്തു പറ്റിയതാ? പ്രസവിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞിനെ തലോടി ഓമനിച്ച് കൊണ്ട് ഇരുന്നിരുന്നതല്ലേ. അവളുടെ മനസ്സിൻ്റെ വെപ്രാളും സ്നേഹവും കണ്ടിട്ട് ആ ഉമ്മാക്ക് പോലും വിഷമം തോന്നി. അത്രയും സ്നേഹം, ഇങ്ങനെയൊക്കെ പ്രസവിക്കാതെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുവരെ ആലോചിച്ചു. പറയുമ്പോൾ അവളുടെ ആരുമല്ല അനാഥ കുട്ടികൾ, അവൾ എടുത്തു വളർത്തിയ അനിയനും അനിയത്തിയും സ്വന്തം ചോരകളെപ്പോലെ അവൾ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നു. ഉമ്മാന്നാണ് വിളിപ്പിക്കുക. പറയുമ്പോൾ അവർ ഇത്താത്താന്ന് പറയും. പക്ഷേ അവളെ വിളിക്കുമ്പോൾ ഉമ്മാന്നും വിളിക്കും, രണ്ടും വിളിക്കും ദേഷ്യപ്പെടുമ്പോൾ. അങ്ങനെ ഉമ്മ, ഇങ്ങളെന്താ പോവാഞ്ഞ്? ഇങ്ങൾ എവിടെ പോയിരുന്നു? എന്താ ഹോസ്പിറ്റലിൽ വരാഞ്ഞ്? ഉമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾ ഓർത്തത്, ഓ ബോസ് വിളിച്ചപ്പോൾ ഞാൻ കള്ളത്തരം പറഞ്ഞല്ലോ, ആ സമയത്ത് ഓഫ് ചെയ്ത് വെച്ചതാണ്. ഏത് നശിച്ച നേരത്താണാവും എനിക്ക് ഓഫ് ചെയ്ത് വെക്കാൻ തോന്നിയത്. എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ജിന്നിൻ്റെ ഉമ്മ ചോദിച്ചു വീണ്ടും, മോളെ എവിടെ പോയിരുന്നതാ എന്നൊക്കെ. ഉമ്മ, ഞാൻ പിന്നെ എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞു. ജ്വല്ലറിക്കാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെയും ചോദിച്ചപ്പോൾ അവൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവളുടെ ഉമ്മാൻ്റെ മരണവും ഉപ്പാൻ്റെ മരണവും എല്ലാം പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തോ ഉമ്മ, എനിക്ക് മാത്രം ഇങ്ങനെ? എവിടെ ചെന്നാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ, എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ലല്ലോ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നെ എന്താ ആരും മനസ്സിലാക്കാത്ത? എന്താ ഉമ്മ, എനിക്ക് മാത്രം ഈ വിധി? ഇത്രയും വലുതായിട്ട് പോലും എനിക്കൊരു സന്തോഷം ഇല്ലല്ലോ. നല്ലൊരു ഡ്രസ്സ് ഇടാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനോ എനിക്കും എൻ്റെ കുട്ടികൾക്കും കഴിയുന്നില്ലല്ലോ ഉമ്മ. ഞാൻ ഇനി എങ്ങനെ ജീവിക്കേണ്ടത്? എന്താ ചെയ്യുക? അപ്പോൾ ഒരു ഇടിമിന്നൽ പോലെ അപ്പുറത്ത് നിന്ന് ജിന്നി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ? ഇത് അവൾ തന്നെയാണോ എന്നൊക്കെ ആലോചിച്ച് കൊണ്ട് ഇരുന്നു കേട്ടോ. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല വന്നത്, ചോര തുള്ളികളെ പോലെ ഇറ്റാൻ തുടങ്ങി. എൻ്റെ സ്വന്തം മാലാക പെണ്ണ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ച പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ എല്ലാ കഥകളും പറഞ്ഞ് ഇവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നീട് അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ഋഷിയും ഉമ്മയും അവിടെ നിന്നു. ജിന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു കഴിച്ചു. അങ്ങനെ ജിന്നിൻ്റെ ഉമ്മാക്ക് ഒരു ആശങ്ക തോന്നി, ഇവളെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മോള് തന്നെയാണല്ലോ. ഞാൻ അത്രയും സ്നേഹിച്ച് അവരെ വീട്ടിൽ ഞാൻ ജോലിക്കാരത്തിയാണെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് ഇവളുടെ ഉമ്മ എന്നെ കണക്കാക്കിയിട്ടുള്ള. അത്രയും സ്നേഹവും വിനയവും
എല്ലാവരോടും പുഞ്ചിരിയിലാണ് അവൾ സംസാരിക്കുക. ആരോടും ദേഷ്യത്തിൽ സംസാരിക്കില്ല. അത്രയും സ്നേഹത്തോടെ മാത്രം അവളുടെ സംസാരം, അവളുടെ ചിരിയാണ് അവളുടെ ഏറ്റവും ഭംഗി. അവളുടെ ഉമ്മാൻ്റെ കണ്ണുകൾ തന്നെ നോക്കിയാൽ മതി. അത്രയും മനോഹരമായ വെള്ളാരം കണ്ണുകൾ. അത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയാലോ. അത്രയും സുന്ദരി. അതിൻ്റെ മകളല്ലേ ഇവളും. അതിൻ്റെ നന്മ ഇല്ലാതെ ഇരിക്കില്ലല്ലോ. എൻ്റെ മോനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെ ഇവൾ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാട്ടോ. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കുട്ടികളും എല്ലാവരും കിടന്നു. അങ്ങനെ കുറേ കഥകളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സമാധാനം തോന്നി. ഉമ്മാൻ്റെ മടിയിൽ കിടന്നു ഉമ്മാൻ്റെ തലോടൽ കിട്ടിയപ്പോൾ അവൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പൊട്ടിക്കരയാൻ വീണ്ടും തുടങ്ങി. അവൾക്ക് ഇതേപോലെ ഒരു സ്നേഹം കിട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകില്ലല്ലോ. എന്തിന് വേറെ പറയണം? ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ഒന്നും ഓർത്തു വിഷമിക്കണ്ട. ഉമ്മാൻ്റെ പൊന്നുമോളെ, മോൾക്ക് ഞാനില്ലേ, എന്തിനു വിഷമിക്കണം?